കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹൈപ്പോതൈറോയിഡിസം എന്ന രോഗത്തിന്റെ ലക്ഷണങ്ങളെ പറ്റിയാണ് സംസാരിച്ചത്. ഇനി ഹൈപ്പോതൈറോയിഡിസിന്റെ രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ കൂടെ നമുക്ക് അറിയാം. നിങ്ങൾക്ക് അടുത്ത ലാബിൽ നിന്ന് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ടെസ്റ്റ് ആണ് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് അഥവാ TFT എന്ന് പറയുന്ന ടെസ്റ്റ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് 3 കാര്യങ്ങളാണ്. ആദ്യത്തെ 2 എണ്ണം തൈറോയിഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഹോർമോൺസ് ആണ്, അഥവാ T3, T4 എന്ന് പറയും. മൂന്നാമത്തത് TSH അഥവാ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, നമ്മുടെ പിറ്റ്യൂട്ടറി എന്ന ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇതിൽ തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് മെയിനായിട്ട് നമുക്ക് ഫ്രീ T3, ഫ്രീ T4, അതിൻ്റെ കൂടെ തന്നെ TSH ചെയ്ത് നോക്കുന്നതാണ്. എന്തെന്നാൽ FT3, FT4 അഥവാ ഫ്രീ T3, ഫ്രീ T4 ആണ് നമ്മുടെ ശരീരത്തിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന തൈറോയിഡ് ഹോർമോൺസ്. അതാണ് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ സിംറ്റംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്നത്. ഇതിൽ FT3, FT4 എന്ന ഹോർമോണിൻ്റെ അളവിലുണ്ടാകുന്ന കുറവോ അല്ലെങ്കിൽ TSH എന്ന ഹോർമോണിൻ്റെ അളവിലുണ്ടാകുന്ന കൂടുതലോ ഉണ്ടെങ്കിലാണ് നമ്മൾ ഒരാളിൽ ഹൈപ്പോതൈറോയിഡിസം എന്ന രോഗം സ്ഥിരീകരിക്കുന്നത്. ചിലരുടെ സംശയം എന്താണെന്ന് പറഞ്ഞാൽ ഈ 3 ടെസ്റ്റ് മാത്രം മതിയോ നമ്മുടെ തൈറോയിഡ് അസുഖം സ്ഥിരീകരിക്കാൻ എന്നുള്ളതാണ്. പ്രൈമറിലി ബേസിക്കലി നമുക്ക് ഈ 3 ടെസ്റ്റുകൾ മതി ഒരാൾക്ക് ഹൈപ്പോതൈറോയിഡിസം ആണോ ഹൈപ്പർ തൈറോയിഡിസം ആണോ എന്ന് മനസ്സിലാക്കാൻ. പക്ഷേ ചില ബോർഡർ ലൈൻ ടെസ്റ്റ് റിപ്പോർട്ടുകളിലും ചില പേഷ്യൻസിന് നമ്മൾ മരുന്ന് തുടങ്ങണ്ടേ എന്ന് അറിയാനും വേണ്ടി നമ്മൾ തൈറോയ്ഡ് ആൻറ്റിബോഡിയുടെ അളവ് കൂടി നോക്കാറുണ്ട്. എക്സാമ്പിളായിട്ട് നമ്മൾ മോസ്റ്റ്ലി 2 തൈറോയ്ഡ് ആൻറ്റിബോഡീസ് ആണ് നോക്കാറ്. anti-TPO അഥവാ ആൻറ്റി തൈറോ പെറോക്സിഡേസ് ആൻറ്റിബോഡി, അതേപോലെ anti-TG ആൻറ്റി തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡിയാണ് സാധാരണ നമ്മൾ നോക്കാറുള്ളത്.